ഹായ് ഫ്രണ്ട്സ്, റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ കുഴിമന്തി റെഡിയാക്കി എടുക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുഴിയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന സിമ്പിളാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 kg സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സെല്ല റൈസ് 1 kg ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് സോക്ക് ചെയ്യാൻ വയ്ക്കുക. 20 മിനിറ്റിൽ കൂടുതൽ സോക്ക് ചെയ്യാൻ വയ്ക്കരുത്. 20 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ അതിൽ നിന്നും മാറ്റി ഒരു അരിപ്പയിൽ വെച്ച് നന്നായിട്ട് ഡ്രെയിൻ ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഏത് പാനിലാണോ ചെയ്യുന്നത് അതിലേക്ക് വെള്ളം വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1 ബൗൾ അരി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനിവിടെ 2 ബൗൾ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഈ വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്കതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. 2 ഉണക്കുന്ന ഡ്രൈഡ് ലെമൺ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും. പിന്നീട് നമ്മളിതിലേക്ക് ചിക്കൻ ക്യൂബ്സാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 2 പാക്കറ്റാണ് യൂസ് ചെയ്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ചിക്കൻ സ്റ്റോക്കിലും ആവശ്യത്തിന് ഉപ്പുണ്ട്, അപ്പോൾ അത്രയും കുറച്ചിട്ട് ഇവിടെ ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നീട് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 3-4 പച്ചമുളക് മുഴുവൻ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വെള്ളം മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഇടുന്നതിന് മുമ്പ് നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് കുത്തി വയ്ക്കണം. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കനിലേക്ക് ഈ എല്ലാത്തിൻ്റെ മസാലാസിൻ്റെ എല്ലാം ഫ്ലേവർ ചിക്കൻ്റെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കനെല്ലാം ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒരു 15 to 20 മിനിറ്റ്സ് ചിക്കൻ നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് വേവണം. അപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്ന് ഒരു 20 മിനിറ്റ്സ് ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കനെല്ലാം ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റണം. എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിലാണ് നമ്മുടെ റൈസ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ റൈസിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമൊക്കെ കിട്ടും. നമ്മൾ ചിക്കൻ മാത്രം ഇതിൽ നിന്ന് മാറ്റി അതിന് ശേഷം നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്യാൻ വെള്ളത്തിൽ നിന്ന് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരുന്ന അരി ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കി വെച്ചിട്ട് കുക്ക് ചെയ്യുക. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി എടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ഫുഡ് കളറും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഡ് കളറാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു കളറിനും ലുക്കിനൊക്കെ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് കുറച്ച് ഓയിലോ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ
അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. നമ്മുടെ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുള്ളത് കൊണ്ട് ചിക്കനൊക്കെ അത്യാവശ്യം ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഉപ്പ് വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. ചിക്കനൊക്കെ നന്നായിട്ട് മസാല തേച്ചൊന്ന് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഈ ചിക്കനെല്ലാം ഒന്നല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് മന്തി റൈസിന് വേണ്ടിയിട്ടുള്ള ഒരു ചട്നി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത തക്കാളി 2 എണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 3-4 പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് അരച്ചു കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് പുളിക്ക് വേണ്ടുമെങ്കിൽ നാരങ്ങ നീരോ സുർക്കയോ ആഡ് ചെയ്യാവുന്നതാണ്. ചട്നി ഇവിടെ റെഡിയായി. അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വച്ചിരിക്കുന്ന ചിക്കനെല്ലാം ഇതിലേക്ക് നന്നായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കനെല്ലാം അതിൽ നിന്ന് മാറ്റിയിട്ട് നെക്സ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്ത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ അതേസമയം നമ്മുടെ റൈസും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം ഏകദേശം വറ്റി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങിക്കുന്ന മന്തിയുടെ അതേ ഫ്ലേവർ തന്നെയാണ് ഈ ടൈമിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ പീസസൊക്കെ വെച്ചതിന് ശേഷം നമ്മളൊരു ചാർക്കോൾ കത്തിച്ചൊരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ചെയ്യുന്നത്. ഇനി നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് വയ്ക്കുക. ഈ ആവിയെല്ലാം സ്മോക്കെല്ലാം എല്ലാത്തിനും പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ ലോ ഫ്ലെയിമിൽ ഇടുക, ഒരു 10 മിനിറ്റ്. അതിനുശേഷം നമ്മുടെ മന്തി റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ മന്തി റൈസ് വേറൊരു മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മന്തിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.